ഹലോ, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതെ, ഇന്ന് നമ്മുടെ ഹോസ്റ്റലിലൊരു കലാപരിപാടിയാണ് ഗൈസ് നമ്മൾ കാഴ്ചവെക്കാൻ പോകുന്നത്. ഇത് മിക്ക എല്ലാ ഹോസ്റ്റലേഴ്സും ട്രൈ ചെയ്തിട്ടുള്ളൊരു ഐറ്റം ആയിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ അതെ, ഇതുവരെ ട്രൈ ആയവരുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തോ. നല്ല അടിപൊളി സാധനം കേട്ടോ. നമ്മുടെ ചർമുരി എന്ന് പറയും. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഓയിൽ എടുത്തിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുക കേട്ടോ. മുളക് പൊടി തീരാറായതുകൊണ്ട് കേട്ടോ ഈ കഷ്ടപ്പാടൊക്കെ. അതിട്ടിട്ട് നല്ലോണം ഇളക്കുക. അപ്പോഴേക്ക് അത് ഫുള്ള് പറന്നു. ഫാൻ ഇട്ടിട്ട് മുളക് പൊടി ഇട്ടുകൊണ്ട് ഫുള്ള് പറന്നു കേട്ടോ റൂമിടി. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വീണ്ടും തുടങ്ങി. അപ്പോൾ നമ്മുടെ ചർമ്മൂരി എക്സ്പേർട്ട് ക്ഷിതിജ കേട്ടോ. ക്ഷിതിജാണ് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെ, അതിന് ശേഷം നമ്മൾ ഉള്ളി, തക്കാളി, പിന്നെ പച്ചമുളക് അതൊക്കെ ഇട്ടിട്ട് അരിഞ്ഞ് വെക്കുക കേട്ടോ. ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെക്കണം. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വേണം അത്ര അരിഞ്ഞ് വെക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇടുക. നമ്മൾ ആദ്യം അതിൻ്റെ മുകളിലേക്ക് എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഫുൾ അതിലേക്ക് ഇടണം. ആ ബൗളിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ട് അതിനനുസരിച്ചിട്ട് മുളക് പൊടി എടുക്കണം. അപ്പം അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈസ്, ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. നല്ല എരിവുള്ള ലൈസാട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം പൊടിച്ചിട്ട് അതിന് ശേഷം മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നതിനെ ലെയറായിട്ട് ഇടണം. ആദ്യം കുറച്ച് മസാല, അതിന് മുകളിലേക്ക് വീണ്ടും മിച്ചറാട്ടോ, അരിവുള്ള നല്ല മിച്ചറാണ്. അതിന് മുകളിലേക്ക് വീണ്ടും മസാല, ലൈസ്, പിന്നെ പൊരി, അത് ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടണേ. പിന്നെ ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നൊരു ലോങ് വീഡിയോ കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ലോങ് വീഡിയോ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതെ, പൊരിയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കണം കേട്ടോ. ലെയറായിട്ട് ഇടുമ്പോൾ നല്ലോണം മിക്സ് ആവും. അത് പൊരിയിൽ നമ്മൾ മസാല ഇടാറില്ല. അത് കാരണം നമ്മൾ ഇതിൽ ഷേക്ക് ചെയ്യുമ്പോൾ ഇതിനെ മിക്സ് ചെയ്യണം. കാരണം അത് സോഫ്റ്റാവും, പെട്ടെന്ന് സോഫ്റ്റാവും പൊരി ആയതുകൊണ്ട്. അപ്പോൾ അതെ, ലൈസൊക്കെ ഇട്ട്, ആ പച്ച കളർ ലൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ ഇട്ട് വീണ്ടും മസാലയൊക്കെ ഇട്ട് അത് ക്ഷിതിജ റെഡിയാക്കുക കേട്ടോ. ക്ഷിതിജയുടെ സ്പെഷ്യൽ ചില മന്ത്രമൊക്കെ ഉണ്ട് കേട്ടോ അതിന്. അതുകൊണ്ടായിരിക്കണം എത്ര ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു ലെയറിനെ മിക്സ് ചെയ്തിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് ലെമൺ ഇടണം. ലെമന് കുറച്ച് അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചാൽ പിന്നെയും ടേസ്റ്റാട്ടോ. അത് സ്കിപ്പ് ചെയ്യരുത്. അത് കഴിഞ്ഞിട്ട് ഇതിന് പിന്നെ പ്രത്യേകിച്ച് കെറ്റിലോ അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതെ, എല്ലാം മിക്സ് ചെയ്തിട്ട് ഇടണം. അത് കഴിഞ്ഞിട്ട് നല്ലോണം ഷേക്ക് ചെയ്യണം കേട്ടോ. ഷേക്ക് ചെയ്യാൻ പറ്റുന്ന പാത്രം എടുക്കണം. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ മുട്ട ആഡ് ചെയ്യാം. പുഴുങ്ങി നല്ലോണം ഉടച്ച് ചേർത്ത മുട്ട ആഡ് ചെയ്യാം. ഞങ്ങളിവിടെ മുട്ട അധികം ഇഷ്ടമല്ലാത്തവരുള്ളതുകൊണ്ട് ഞങ്ങൾ ആഡ് ചെയ്യുന്നില്ല. അതെ, ചെറുപുളിയൊക്കെ പിഞ്ഞ് നല്ല സെറ്റായി വരുമ്പോഴത്തേക്കും അതെ അടച്ച് വെച്ചിട്ട് നല്ലോണം ഷേക്ക് ചെയ്യണം കേട്ടോ. അത് ക്ഷിതിജ ഷേക്ക് ചെയ്യുന്നതാണ്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം അവളുടെ ചില കലാപരിപാടികൾക്കുണ്ട് കേട്ടോ അവൾ ഷേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. അപ്പോഴത്തേക്ക് ചൈത്ര അവിടെ മൊത്തം ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നു. കാരണം ലൈറ്റ് കിടക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. എന്താ ടേസ്റ്റ് എന്നറിയോ. അതിന് മുകളിലേക്ക് നമ്മൾ കുറച്ചും കൂടി പൊരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അതിന് മുകളിലേക്ക് പൊരിയൊക്കെ ഇട്ടൊക്കെ കഴിക്കണം. എൻ്റെ സാറേ, എന്താ ടേസ്റ്റ് എന്നറിയോ. ഇങ്ങനെ കൊതി വരും കേട്ടോ. വീണ്ടും കഴിക്കാൻ ഇങ്ങനെ